ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക്സ് ആയിരുന്നു പഠിച്ചത് അല്ലേ? അപ്പോൾ പ്ലാസ്റ്റിക്സിൽ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എന്താണ് ഡെവലപ്മെന്റ് ഓഫ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, ദെൻ അതിൻ്റെ കോമ്പോസിഷൻ, പ്ലാസ്റ്റിക്കിന്റെ കോമ്പോസിഷൻ, ദെൻ പിന്നെ പഠിച്ചത് നമ്മൾ പോളിമറൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക്സ് ആണ്. ഓക്കെ, പ്ലാസ്റ്റിക്സിനെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ഹീറ്റിംഗ്. പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഹീറ്റിങ്ങിനോട് ബിഹേവിയർ ചെയ്യുന്നത്, അതിന്റെ ബിഹേവിയർ, ഹീറ്റിംഗ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ബിഹേവിയർ, അതിന്റെ ബേസിസിൽ നമുക്ക് പ്ലാസ്റ്റിക്കിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ അതിന്റെ സ്ട്രക്ചറിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക്കിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറയുന്ന ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ഹീറ്റിംഗ് ആണ്. അതിൽ വരുന്നത് തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. ഓക്കെ, ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് എങ്ങനെ ബിഹേവിയർ ചെയ്യുന്നു അതിന്റെ ബേസിസിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? തെർമോ പ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. അപ്പൊ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് നോൺ കൺവെർട്ടബിൾ ഗ്രൂപ്പ് ആണ്. ഓക്കെ, തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് നോൺ കൺവെർട്ടബിൾ ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഹീറ്റ് നോൺ കൺവെർട്ടബിൾ ഗ്രൂപ്പ് ആണ് എന്നാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹീറ്റ് നോൺ കൺവെർട്ടബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിക്കം സോഫ്റ്റ് വെൻ ഹീറ്റഡ് ആൻഡ് ഹാർഡ് വെൻ കൂൾഡ്. അതായത് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്, തെർമോ പ്ലാസ്റ്റിക്കിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആവും. എന്ന് കഴിഞ്ഞാൽ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡ് ആവും. അതാണ് ഈ തെർമോ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൺവെർട്ടബിൾ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഹീറ്റ് കൺവെർട്ടബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ become rigid when molded at a suitable pressure and temperature. suitable പ്രഷറിലും ടെമ്പറേച്ചറിലും നമ്മൾ ഇതിനെ എന്താണ് suitable പ്രഷറും ടെമ്പറേച്ചറും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ റിജിഡ് ആവും. ഓക്കെ, അപ്പൊ ആ ടെമ്പറേച്ചർ എത്രയാണ്? 127 to 177 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് റിജിഡ് ആവും. ഇനി ഈ 343 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേക്ക് ഇനി ചാരിങ് ഒക്കെ അറിയാം. ഓക്കെ, ചാരിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെക്യുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ്. അതായത് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ കരിയാവും. ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. എന്താണ്? ബൈൻഡർ. പ്ലാസ്റ്റിക്കിൽ എന്തൊക്കെ ഉണ്ടാവും? ബൈൻഡേഴ്സ് ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ വിത്ത് ഓർ വിത്തൗട്ട് മൗൾഡിംഗ് കോമ്പൗണ്ട്സ് എന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പോൾ ചാരിങ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? 343 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാരിങ് ഉണ്ടാവും. ദെൻ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആദ്യം ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ആദ്യം തെർമോ പ്ലാസ്റ്റിക് സ്റ്റേജിൽ കൂടി കടന്നു വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? തെർമോസെറ്റിംഗ് സ്റ്റേജിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ തെർമോ പ്ലാസ്റ്റിക് സ്റ്റേജിൽ ഇതെന്ന് പറയുന്നത് സോളബിൾ ഇൻ ആൽക്കഹോൾ ആൻഡ് ഓർഗാനിക് സോൾവെന്റ്സ്. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി റിജിഡ് ആവുകയല്ല. 127 to 177 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? അത് തെർമോ പ്ലാസ്റ്റിക് സ്റ്റേജിലെത്തും. എന്നിട്ടാണ് എന്ത് ചെയ്യും? തെർമോസെറ്റിംഗ് ആവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് തെർമോ പ്ലാസ്റ്റിക് സ്റ്റേജിലാണെങ്കിൽ ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? സോളബിൾ ഇൻ ആൽക്കഹോൾ ആൻഡ് ഓർഗാനിക് സോൾവെന്റ്സ് ആണ്. ആൻഡ് ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മേക്കിംഗ് പെയിന്റ്സ് ആൻഡ് വാർണിഷസ്. പെയിന്റ്സും വാർണിഷസും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ പ്രത്യേകത ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് ആണ്, ഹാർഡ് ആണ്, ആൻഡ് മെയിൻലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്. അപ്പൊ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിൽ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ഹാർഡ് ആണ്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ സ്ട്രക്ചർ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഹോമോജീനസ് പ്ലാസ്റ്റിക് ഉണ്ട്, ഹെട്രോജീനസ് പ്ലാസ്റ്റിക് ഉണ്ട്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക്കിന്റെ കോമ്പോസിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ്? ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മെയിൻലി കമ്പോസ്ഡ് ഓഫ് കാർബൺ ആറ്റംസ്. ഓക്കെ, കാർബൺ ആറ്റംസും അതിന്റെ കൂടെ ചിലപ്പോൾ എന്ത് വരാം? ഈ എന്തുവാ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ പോലുള്ള കോമ്പൗണ്ട്സ് വരാം. ഓക്കെ, അപ്പൊ ഹോമോജീനസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൽ കാർബൺ ചെയിൻ മാത്രമേ ഉള്ളൂ. അതായത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓൺലി ഓഫ് കാർബൺ. ഓക്കെ, കാർബൺ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആണ് എന്താണ്? ഹോമോജീനസ് പ്ലാസ്റ്റിക് എന്ന്. ഇനി ഹെട്രോജീനസ് പ്ലാസ്റ്റിക് എന്താണ്? കമ്പോസ്ഡ് ഓഫ് ചെയിൻ കണ്ടെയ്നിങ് കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് അതർ എലമെന്റ്സ്. അപ്പൊ അതിൽ കാർബൺ മാത്രമല്ല ഓക്സിജൻ, നൈട്രജൻ പിന്നെ മറ്റ് എലമെന്റ്സ് കൂടെ എന്തിൽ വരും? ഹെട്രോജീനസ് പ്ലാസ്റ്റിക്കിനകത്ത് വരും. ഇനി ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിൽ നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ റിജിഡ് പ്ലാസ്റ്റിക് ഉണ്ട്, സെമി റിജിഡ് പ്ലാസ്റ്റിക്, സോഫ്റ്റ് പ്ലാസ്റ്റിക്, ഇലാസ്റ്റോമേഴ്സ്. ഇങ്ങനെ 4 ടൈപ്പാണ് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിജിഡ് പ്ലാസ്റ്റിക്. റിജിഡ് പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതുപോലെ
എന്താണ് എക്സ്റ്റീരിയർ സ്ട്രെസ്സസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് എന്ത് ചെയ്യും, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റീറ്റെയിൻ ചെയ്യും. ഓക്കെ, അതാണ് റിജിഡ് പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി സെമി റിജിഡ് പ്ലാസ്റ്റിക് ആണ് മീഡിയം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ആൻഡ് ഇലോങ്ങേഷൻ ആൻഡ് പ്രഷർ കംപ്ലീറ്റ്ലി ഡിസപ്പിയേഴ്സ് വെൻ പ്രഷർ ഈസ് റിമൂവ്ഡ്. അപ്പൊ പ്രഷർ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യും. അതാണ് സെമി റിജിഡ് പ്ലാസ്റ്റിക്. സോഫ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇവിടെ എന്ന് വെച്ചാൽ പ്രഷർ റിമൂവ് ചെയ്യുമ്പോൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്യുന്നത് സ്ലോ ആയിട്ടാണ്. ഇനി ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ് ആൻഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അതിനും ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നെയാണ്. ആൻഡ് ഡീഫോം കൺസിഡറബിളി ഇൻ ടെൻഷൻ ആൻഡ് ഡീഫോർമേഷൻ ഡിസപ്പിയേഴ്സ് റാപ്പിഡ്ലി അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, ടെൻഷനിൽ എന്താണ്, ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഇലാസ്റ്റോമേഴ്സ് കൺസിഡറബിളി ഡീഫോം ചെയ്യും. ആൻഡ് ഈ ഡീഫോർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ റൂം ടെമ്പറേച്ചർ തന്നെ എന്ത് ചെയ്യും, ഡിസപ്പിയർ ആവും വെൻ ഇറ്റ് ഈസ് റിമൂവ്ഡ്. എക്സ്റ്റേണൽ സ്ട്രെസ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം ഡിഫോർമേഷൻ എല്ലാം ഡിസപ്പിയർ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇലാസ്റ്റോമേഴ്സ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക്സ് നമ്മൾ എന്തൊക്കെ, ബേസ്ഡ് ഓൺ എന്താണ് നമ്മുടെ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന്റെ ബിഹേവിയർ ഓഫ് പ്ലാസ്റ്റിക് വിത്ത് റെസ്പെക്ട് ടു ഹീറ്റ് പറഞ്ഞു, പിന്നെ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ പറഞ്ഞു, പിന്നെ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.